അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും സാക്ഷിയാക്കി തീർത്തതിന് 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ പേര് അനീഷ്. ഞാൻ അടൂരിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ മകൾ അഷ്ടമി, അനികേത്, അൻവിക. ഇത് അമ്മ. ഞങ്ങൾക്ക് 1000 അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി നേടുവാൻ സാധിച്ചിരുന്നു. ഞാൻ ആദ്യം കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ വൈഫ് മുഖേനയാണ്. എൻ്റെ പങ്കാളി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ അവസരത്തിൽ അവിടെ ഒരു കുഞ്ഞിനെ പ്രസവത്തോടനുബന്ധിച്ച് ഡോക്ടർമാർ വിധി എഴുതി അത് ഇനി ജീവിക്കുകയില്ല. അങ്ങനെ മരണത്തോട് മല്ലടിച്ച ആ കുഞ്ഞിനെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലും അവിടെ അവരെ പരിചയിച്ചിരുന്ന നേഴ്സന്മാരുടെ പ്രാർത്ഥനയാലും ആ കുഞ്ഞ് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. ഈ അനുഭവം എൻ്റെ വൈഫ് എന്നോട് പറയുകയും അപ്പോൾ അന്നു മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ടായി. ആ കാലയളവിൽ ഞാൻ നാട്ടിൽ സ്വന്തമായിട്ടൊരു ഫാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് തുടർച്ചയായ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നഷ്ടങ്ങളുടെ വില ഓവർകം ചെയ്യാൻ വേണ്ടി, നഷ്ടങ്ങൾ മറക്കാൻ വേണ്ടി ഞാൻ മദ്യപാനത്തിന് അടിപ്പെടുകയും ഒരു പൂർണ്ണമായി ഫുൾ ടൈം മദ്യപാനിയായി തുടരുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും ഈ മദ്യപാനം കൂടിയത് കാരണത്താൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലോട്ട് ഞാൻ വീഴുകയുണ്ടായി. ആ അവസരത്തിൽ എൻ്റെ ജീവിത പങ്കാളി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിയുടെ പ്രാർത്ഥന വസ്തുക്കളുടെ ഉപയോഗത്താലും എനിക്ക് ആയുഷ്കാലം മൊത്തവും ഡിപ്രഷന് മരുന്ന് കഴിക്കണം എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞാൻ മോചിതനാവുകയും എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഉടമ്പടി എടുത്ത അടുത്ത ആഴ്ചകളിൽ തന്നെ ഞാൻ മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മുഖേന എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടായി. അപ്പോൾ ഈ അവസരങ്ങൾ നേടുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഉടമ്പടിയുടെ ബലമാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയും അത് കരുതി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിദേശത്ത് പോയി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷക്കാലമായി. ഈ 15 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലി സംബന്ധമായി വേറൊരു വിദേശ രാജ്യത്തായിരുന്നു. എൻ്റെ വൈഫ് സൗദിയിലായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകളിൽ ഓരോരുത്തരായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഈ കാലയളവിൽ അത്രയും ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയണം, കുഞ്ഞുങ്ങളോടൊന്നിച്ച് കഴിയണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതേവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഇരുവരും ഉടമ്പടി എടുത്ത ആളുകളാണ്. ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യത്തെ ഇതിനായിട്ട് വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുവാനുള്ളൊരു അവസരം ഒരുക്കി തരിക എന്നുള്ളതാണ്. അമ്മ മാതാവിൻ്റെ കൃപയാൽ സൗദിയിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഖത്തറിലേക്ക് ഒരു ജോലി ലഭിക്കുവാൻ അവസരമുണ്ടായി. ഇപ്പോൾ വൈഫ് ഖത്തറിൽ വന്നിട്ട് 5 മാസ കാലയളവായി. വൈഫിന് ഫാമിലി വിസ കിട്ടും. അത് മുഖേന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വിസ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ 1-ാം തീയതി ഞങ്ങളുടെ എന്നേക്കുമായുള്ള ആഗ്രഹം അമ്മ മാതാവിൻ്റെ കൃപയാൽ നടക്കുവാൻ പോവുകയാണ്. ഞങ്ങൾ ഈ 1-ാം തീയതി രാവിലെ ഖത്തറിന് പോവുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലൊന്ന്. രണ്ടാമത് ഞങ്ങൾക്ക് ഫാമിലി വിസ ലഭിക്കുന്ന ആ അവസരത്തിൽ ഗൾഫിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് വാഹനം ഓടിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അമ്മ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നു. അതൊരു അൺലിമിറ്റഡ് കോഴ്സായിരുന്നു. അതിൽ ഞാൻ 6 പ്രാവശ്യം ആ ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു. അപ്പോൾ 7ാമത്തെ ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയപ്പോൾ അന്ന് ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, ഇനി വരുന്ന ടെസ്റ്റിന് എന്നെ പാസ്സാക്കി തരണമെന്ന്. ദൈവഹിതം മാതിരി അടുത്ത ടെസ്റ്റിൽ 7ാമത് നടന്ന ടെസ്റ്റിൽ എനിക്കത് പാസ്സാകുവാനും സാധിച്ചു. ലൈസൻസ് ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു വാഹനം മേടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ അടയാളം ഉള്ള ഒരു വാഹനമായിരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു, ഒരു സിൽവർ ഗ്രേ കളറിലുള്ളൊരു വാഹനം കിട്ടിയാൽ അത് അമ്മ മാതാവ് ഞങ്ങൾക്കായി കരുതി വെച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. ദൈവാധീനത്താൽ ഒരാഴ്ചക്കകത്ത് തന്നെ ഞങ്ങൾക്ക് അതേ സിൽവർ കളറിലുള്ള ഒരു വാഹനം നേടുവാൻ തന്നെ സാധിക്കുകയുണ്ടായി.
ഇനി മൂന്നാമതായിട്ടുള്ള ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 1.5 വർഷമായിട്ട് വിട്ടുമാറാത്ത നടുവിന് വേദന ഉണ്ടായിരുന്നു. ഞാൻ അത് ഗൾഫിലുള്ള ആശുപത്രികളിലും നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ ഹോസ്പിറ്റലുകളിലെല്ലാം അത് ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഇരുന്ന് ജോലി ചെയ്യുന്നത് കാരണത്താലാണ് ഇങ്ങനെയുള്ളൊരു വേദന ഉണ്ടാകുന്നത്, അതിന് അധികം സമയം ഇരിക്കാതെ ജോലി ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും എനിക്ക് കലശമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാ ദിവസവും ഓൺലൈനായിട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനം രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി, നടുവിന് വേദനയുള്ള ഒരാൾ വിദേശത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നടുവിന് വേദന അമ്മ മാതാവ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇതാ എടുത്തു മാറ്റുന്നുവെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ഒരു ചിന്ത കൂടിയെത്തി, അത് എന്നെപ്പറ്റി ആയിരിക്കുമല്ലോ പറയുന്നതെന്ന്. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ നടുവിന് വേദന അനുഭവപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ ഞങ്ങൾക്ക് അടുത്തൊരനുഗ്രഹം കൂടെ കിട്ടി. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് എന്നെ രക്ഷിക്കുകയുണ്ടായി. ഒരു ട്രെയിനിങ് സ്ഥലത്ത് ഒരു ലോഡ് കയറ്റിയ ഒരു വാഹനം ഇറങ്ങി വരുന്ന സമയത്ത് അതിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈവരിയുടെ ഭാഗത്ത് ഞാനും എൻ്റെ സുഹൃത്തും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോഡുമായിട്ട് ഇറങ്ങി വന്ന വണ്ടി ബ്രേക്ക് ചെയ്യുകയും അതിന് ബ്രേക്ക് ചെയ്തത് വണ്ടി നിൽക്കാതെ സ്കിഡായി വന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന വാഹനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറാനുള്ള സ്ഥലമില്ല. പിറകിൽ കൈവരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല. തൊട്ട് അപ്പുറവും ഇപ്പുറവും എല്ലാം വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളിലെ എല്ലാം തട്ടിമറിച്ച് പോകുന്നിട്ടും എന്നെ ഇടിക്കാതെ തന്നെ ആ വാഹനം എൻ്റെ മുന്നിലെ വണ്ടിയെ തട്ടിമറിച്ചിടുകയും അവിടെ സ്റ്റോപ്പാവുകയും ചെയ്തു. ഉടമ്പടിയിലുള്ളതിനാലാണ് എന്നെ അമ്മ മാതാവ് കാത്തതെന്നുള്ള വിശ്വാസത്താൽ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നിന്നും നമുക്ക് ദൈവ വിചാരം എന്നെ സംബന്ധിച്ച് രാവിലെ എണീക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ കാത്തോളണേ. രാത്രി കിടക്കാൻ നേരം ഓർക്കുവാണെന്നുണ്ടെങ്കിൽ അത് പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറയത്തുമില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിൽ ജോലിയിൽ നിന്ന് വരാൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ആ ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന സാക്ഷ്യങ്ങൾ കുറഞ്ഞത് ഒരു 150 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഒഴിവാക്കിയിട്ട് വേറെ അപ്പോൾ ഒരു 150 പേർക്കെങ്കിലും ഒരു സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ട് എൻ്റെ മനസ്സിലെ അതിയായ ആഗ്രഹമായിരുന്നു. അതേ രീതിയിൽ ഞാനിത് ഇത്രയും കാലം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിലോട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെയും വൈഫിൻ്റെയും ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയുണ്ടായി. അതിൻ്റെ അതിയായ വിഷമത്താൽ എനിക്കുള്ളതിനെക്കാട്ടിലുപരി വിഷമം എൻ്റെ വൈഫിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ വൈഫ് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ അമ്മ മാതാവ് ഇടപെടണമെന്ന്. അങ്ങനെ ആ വിഷമം അകറ്റാനായി ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞുണ്ടായി. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കുഞ്ഞാണിത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുഞ്ഞാണിത് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അമ്മ തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ ഞങ്ങൾ 2 പേരും വിദേശത്തായ കാരണത്താലും ഞങ്ങൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വഴിയും ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാർ വഴിയും ഈ രോഗികളായി ഉള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതിലുപരി ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള 2 അനാഥാലയങ്ങളിൽ എല്ലാ മാസവും ഒരു ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള കാര്യങ്ങൾ ഉടമ്പടി തുടങ്ങിയ കാലയളവിൽ തൊട്ട് തുടർന്ന് പോരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വൃദ്ധരായ
മറ്റു അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ കഴിയുന്ന ഒറ്റപ്പെട്ട വൃദ്ധരായുള്ള ആളുകൾക്കുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു 10,500 പേരെൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ ഏതാവശ്യമായിട്ട് എൻ്റെ മുന്നിൽ സമീപിച്ച് കഴിഞ്ഞാലും അവരെ കാലതാമസമില്ലാതെ അവർ വന്ന കാര്യം സാധിച്ചു കൊടുക്കുന്നതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ തന്നെ തുടരുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അനീഷ് ആനന്ദ് തൻ്റെ കുഞ്ഞുമക്കളോടും അമ്മയോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്തതയെക്കുറിച്ചാണ് ഏറ്റേറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നത്. ജീവിത വ്യഗ്രതകളിൽ എവിടെയോ തെറ്റിപ്പോയി താളം തെറ്റിയ അദ്ദേഹം ഒരു മദ്യപാനിയായി മാറിയെങ്കിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ഇടപെട്ടുകൊണ്ട് ആ ദുശീലം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എപ്പോഴും സാക്ഷി നൽകുവാനുള്ള ഒരു തെളിഞ്ഞ വ്യക്തിയായി അൾത്താരയിലേക്ക് അദ്ദേഹത്തെ ഇന്ന് മാറ്റിയിരിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും അനീഷും 4 സ്ഥലങ്ങളിലായി ജീവിക്കേണ്ടി വന്നിരുന്ന ഒരവസ്ഥയുടെ ആ സങ്കടം അദ്ദേഹം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവരുടെ ഒരു വലിയ ജീവിതഭാരമായിരുന്നു. എന്ന് ഞങ്ങൾ ഒന്നിച്ചാകും. ആ സങ്കടങ്ങൾക്കും ആ ഒരു വലിയ വേദനയ്ക്കും പരിശുദ്ധ അമ്മ വൈഫിൻ്റെ ഖത്തറിലുള്ള ഫാമിലി വിസ ലഭിച്ചതോടെ അതിന് പരിഹാരമായി. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. അനീഷിൻ്റെ ജീവിതത്തിൽ അടിക്കടി അത് ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെയാണോ താൻ എന്തെങ്കിലും നിസ്സാരമായി ആഗ്രഹിച്ചോ അത് വലിയ അനുഗ്രഹങ്ങളായി അദ്ദേഹത്തിന് മാറുന്നു. അദ്ദേഹത്തിനൊരു ഡ്രൈവിംഗ് ലൈസൻസ്, 3 കുഞ്ഞുങ്ങളുണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നത് ഒരു ആഗ്രഹമായി അദ്ദേഹം പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് ഉടമ്പടി ആ കളറിൻ്റെ തന്നെ കൃപാസനം നൽകുന്ന അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ കളറിൽ തന്നെയുള്ളൊരു വാഹനം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് എത്ര തന്നെ കഷ്ടതയിലായിരുന്നാലും 7 തവണ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ആ പ്രത്യാശ കൈവിടാതെ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഉടമ്പടിയാണെന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. നടുവേദന ഉണ്ടായിരുന്ന സമയത്തായാലും കൃത്യമായി അദ്ദേഹത്തിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അദ്ദേഹത്തിന് കൃത്യമായി ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുവാനും എൻ്റെ സംരക്ഷകനും നാഥനും രക്ഷകനും ഈശോ ആണെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റമെന്ന് ഇന്ന് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. ഏതൊരവസ്ഥയിലും താൻ ഉടമ്പടിയിലായിരിക്കും. ഞാൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് നൽകുമ്പോൾ അതിൽ കൂടുതലായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അഡ്മിനിസ്ട്രേറ്ററായ അദ്ദേഹത്തിന് എൻ്റെ മുൻപിൽ ആരും കൈനീട്ടാൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. അതിനു മുൻപായി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ഒരു ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. ഈശോയെ പലരും അറിയണം. അങ്ങനെ 150-ഓളത്തിലധികം ആളുകൾക്ക് അദ്ദേഹം ഈശോയുടെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും അയച്ചു കൊടുക്കുകയും വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസദാർഢ്യവും അദ്ദേഹം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിന് അദ്ദേഹത്തിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. നമുക്ക് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി അനീഷിൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.